Today's topic is trigonometric equations. Equations involving trigonometric functions of a variable are called trigonometric equations. The solutions of a trigonometric equation for which 0 less than or equal to x less than or equal to 2 pi are called principal solutions. The expression involving integer n which gives all solutions of a trigonometric equation is called the general solution. General solution. Sin x is equal to 0 implies x is equal to n pi n element of z. Cos x is equal to 0 implies x is equal to 2n plus 1 pi by 2 n element of z. Tan x is equal to 0 implies x is equal to n pi n element of z. Sin x is equal to sin alpha implies x is equal to n pi plus minus 1 the whole raised to n alpha n element of z. Cos x is equal to cos alpha implies x is equal to 2n pi plus or minus alpha n element of z. Tan x is equal to tan alpha implies x is equal to n pi plus alpha n element of z. Consider the equation sin x is equal to 1 by 2. This is a trigonometric equation. Equations involving trigonometric functions are called trigonometric equations. Sin, cos, tan, cosec, sec, cot തുടങ്ങിയ 6 trigonometric functionsൽ ഏതെങ്കിലുമൊക്കെ ഉൾക്കൊള്ളുന്ന ഇക്വേഷനെയാണ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാകും. അതായത് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസ് ഇൻഫിനിറ്റ് ആയിരിക്കും. അതിൽ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് വരുന്ന വാല്യൂസിനെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസിനെ ഒരു ഒറ്റ എക്സ്പ്രഷനായി n എന്ന ഇൻറ്റിജർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. എന്നിന് ഡിഫറൻറ്റ് ഇൻറ്റിജർ വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ സൊല്യൂഷൻസ് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് sin x is equal to √3/2. ഇവിടെ sin x is equal to √3/2 എന്ന ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ, അതായത് ദ വാല്യൂ ഓഫ് എക്സ് സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π, അതിനാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കുള്ള ഏതൊക്കെ എക്സിന്റെ വാല്യൂസിൽ sin x is equal to √3/2 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനിയും നമ്മൾ ASTC വരയ്ക്കുമ്പോൾ ഒരു ഫുൾ റൊട്ടേഷനാണ് 0 മുതൽ 2π വരെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫുൾ റൊട്ടേഷനിൽ sin x √3/2 ആകുന്ന ആംഗിൾസ് ആണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഇനിയും sin x √3/2 മീൻസ് sin x is പോസിറ്റീവ്. sin x പോസിറ്റീവ് ആകുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലുമാണ്. തേർഡ് ക്വാഡ്രന്റിൽ sin x നെഗറ്റീവ് ആയതുകൊണ്ട് sin x is equal to √3/2 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂ കിട്ടില്ല. ഫോർത്ത് ക്വാഡ്രന്റിലും sin x നെഗറ്റീവ് ആയതുകൊണ്ട് sin x is equal to √3/2 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടില്ല. അപ്പോൾ sin x is equal to √3/2 എന്ന ഇക്വേഷന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലുമാണ് വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ x is equal to 0 മുതൽ 90 വരെ നമുക്കറിയാം sin 60 അല്ലെങ്കിൽ π/3 ആണ് √3/2. therefore x is equal to π/3. ഇനിയും മറ്റു ക്വാഡ്രന്റ്സിലെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എപ്പോഴും എക്സ് ആക്സിസിനെ ബേസ് ചെയ്താണ്. സെക്കൻഡ് ക്വാഡ്രന്റിലെ വാല്യൂ കിട്ടണമെങ്കിൽ ഇത് പൈ ആണ് 180. ഒരു റൊട്ടേഷൻ ഹാഫ് റൊട്ടേഷൻ ആകുമ്പോൾ 180 ആകും. പൈ മൈനസ് ചെയ്യണം. തേർഡ് ക്വാഡ്രന്റിലെ വരണമെങ്കിൽ പൈ പ്ലസ്, പൈയിൽ നിന്ന് മുമ്പോട്ട്. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലെ വരണമെങ്കിൽ 2π മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ പൈ മൈനസ് π/3. π/3 ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന വാല്യൂ π/3 ആണ്. പൈ മൈനസ് π/3.
ക്രോസ് ചെയ്യുക. Therefore, principal solutions of sin x is equal to root 3 by 2 are x is equal to pi by 3 and 2 pi by 3. Second problem, find the principal value of tan x is equal to negative 1 by root 3. ഈ ക്വസ്റ്റിനിൽ tan x is equal to minus 1 by root 3 എന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. tan x നെഗറ്റീവ് 1 by root 3. tan x നെഗറ്റീവ് ആണ്. ASTC വരയ്ക്കുക. tan x ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് വരുന്നത് സെക്കൻഡിലും ഫോർത്തിലുമാണ്. അതായത് tan x ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ റൂട്ട് 3 എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ പ്രിൻസിപ്പൽ വാല്യൂസ് സെക്കൻഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും ആയിരിക്കും വരിക. ദെർഫോർ x ഈസ് ഈക്വൽ ടു സെക്കൻഡ് ക്വാഡ്രന്റിലെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് പൈ മൈനസ് എന്ന് വരും. ഇനി tan x പോസിറ്റീവ് 1 ബൈ റൂട്ട് 3 ആകുന്ന ആംഗിളാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. tan x പോസിറ്റീവ് 1 ബൈ റൂട്ട് 3 ആകുന്ന ആംഗിൾ എന്ന് പറയുന്നത് പൈ ബൈ 6 ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിലെ 2π, ഇത് 2π മൈനസ് ആണ് വരുന്നത്. 2π മൈനസ് പൈ ബൈ 6. ഒരു പ്രാവശ്യം കൂടെ പറയാം. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോൾ പൈ മൈനസ് ചെയ്യണം, തേർഡ് ക്വാഡ്രന്റ് പൈ പ്ലസ് ചെയ്യണം, ഫോർത്ത് ക്വാഡ്രന്റ് 2π മൈനസ് ചെയ്യണം. ആംഗിള് പോസിറ്റീവ് വാല്യൂവിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് അതാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. tan x പോസിറ്റീവ് 1 ബൈ റൂട്ട് 3 ആകുന്നത് പൈ ബൈ 6. ദിസ് ഇസ് ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6π മൈനസ് പൈ ബൈ 6 ഇസ് ഈക്വൽ ടു 5π ബൈ 6 എന്ന് വരും. ഇനി 2π മൈനസ് പൈ ബൈ 6 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ 12π മൈനസ് പൈ ബൈ 6 11π ബൈ 6 എന്ന് വരും. Therefore, the principal values of this equation are x is equal to 5π by 6 and 11π by 6. Okay. Third problem, find the principal value of sec x is equal to 2. ഇവിടെ sec x is equal to 2 എന്ന ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. sec x is equal to 2 എന്ന് പറയുന്നതിന് പകരം അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ cos x is equal to 1 by 2 എന്ന് ചെയ്യുന്നതാണ് എളുപ്പം. sec x is equal to 2 എന്നതിന് പകരം റെസിപ്രോക്കൽ എടുത്ത് cos x is equal to 1 by 2 എന്ന് ചെയ്യുന്നതാണ് എളുപ്പം. Now cos x is equal to 1 by 2. ASTC മാർക്ക് ചെയ്യുക. cos x is positive 1 by 2. cos x is positive in the first and fourth quadrant. അതുകൊണ്ട് cos x is equal to 1 by 2 എന്ന ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഫസ്റ്റ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും ആയിരിക്കും. Therefore the solutions are x is equal to cos x is 1 by 2. Therefore pi by 3. ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് കിട്ടണമെങ്കിൽ 2π മൈനസ് പൈ ബൈ 3. ഓക്കെ, 2π മൈനസ് പൈ ബൈ 3 സിംപ്ലിഫൈ ചെയ്യാം. 2π മൈനസ് പൈ ബൈ 3 ഇസ് ഈക്വൽ ടു 6π മൈനസ് പൈ ബൈ 3, ദറ്റ് ഈസ് 5π by 3. Therefore, principal solutions are x is equal to pi by 3 and 5π by 3. Fourth problem, find the solution of sin x is equal to negative root 3 by 2. Sin x is equal to minus root 3 by 2 എന്ന ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ സൊല്യൂഷൻ, അതായത് ജനറൽ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് sin x is equal to sin alpha ഫോം ആണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് sin x is equal to 0യും sin x is equal to sin alphaയുമാണ്. ഇതിന്റെ സ്ട്രക്ചർ sin x is equal to sin alpha ആണ്. Therefore x is equal to nπ plus minus 1 raised to n alpha n element of z. x is equal to nπ plus minus 1 raised to n alpha n element of z.
ആൽഫ എന്ന് പറയുന്നത് sin x is equal to minus root 3 by 2-ന്റെ രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻസിൽ ആദ്യം വരുന്നതാണ്. ശ്രദ്ധിക്കുക, sin x is equal to minus root 3 by 2 ASTC നോക്കുമ്പോൾ sin x നെഗറ്റീവ് ആകുന്നത് രണ്ട് ക്വാഡ്രന്റ് ആണ്, തേർഡും ഫോർത്തും. അതിൽ തേർഡ് ക്വാഡ്രന്റിലെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയിരിക്കും ആൽഫ എന്ന് പറയുന്നത്. ആദ്യം വരുന്നത് തേർഡ് ക്വാഡ്രന്റിലെ സൊല്യൂഷനാണ്, അതുകൊണ്ട് ആൽഫ ആയിട്ടെടുക്കുന്നു. തേർഡ് ക്വാഡ്രന്റിലെ വാല്യൂ കണ്ടുപിടിക്കാൻ പൈ പ്ലസ് sin x പോസിറ്റീവ് റൂട്ട് 3 by 2, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടത്. ദറ്റ് ഈസ് പൈ ബൈ 3. sin x ഈസ് ഈക്വൽ ടു റൂട്ട് 3 by 2 ആകുമ്പോൾ പൈ ബൈ 3. ദെർഫോർ പൈ പ്ലസ് പൈ ബൈ 3 ക്രോസ് ചെയ്യുമ്പോൾ 3π പ്ലസ് പൈ ബൈ 3, ദറ്റ് ഈസ് 4π by 3 എന്ന് വരും. ആൽഫ 4π by 3 എന്ന് കിട്ടി. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1 raised to n 4π by 3, n എലമെന്റ് ഓഫ് z. n ഒരു ഇൻറ്റിജർ ആണ്. എന്നിന് പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ ഇൻറ്റിജർ വാല്യൂസ് കൊടുക്കുന്ന അനുസരിച്ച് ഈ ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ എല്ലാ സൊല്യൂഷൻസും കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. 6th പ്രോബ്ലം, സോൾവ് cos 4x is equal to cos 2x. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് cos 4x is equal to cos 2x എന്നുള്ള ഇക്വേഷൻ ആണ്. cos 4x is equal to cos 2x is of the form cos x is equal to cos alpha. ആൽഫയുടെ സ്ഥാനത്ത് ഇവിടെ 2x എന്ന് തന്നിട്ടുണ്ട്. cos x is equal to cos alpha. The solution is x is equal to 2n pi plus or minus alpha. That is 4x is equal to 2n pi plus or minus 2x. ശ്രദ്ധിക്കുക, cos x is equal to cos alpha ആണെങ്കിൽ x is equal to 2n pi plus or minus alpha. ഇവിടെ xന്റെ സ്ഥാനത്ത് 4xും ആൽഫയുടെ സ്ഥാനത്ത് 2xുമാണ്. x is equal to 2n pi plus or minus alpha. 4x is equal to 2n pi plus or minus 2x. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. ദെർഫോർ 4x പ്ലസ് ഓർ മൈനസ് 2x ലെഫ്റ്റ് വരുമ്പോൾ വീണ്ടും പ്ലസ് ഓർ മൈനസ് 2x തന്നെയാണ്. പ്ലസ് 2x ലെഫ്റ്റ് വരുമ്പോൾ മൈനസ് 2x, മൈനസ് 2x ലെഫ്റ്റ് വരുമ്പോൾ പ്ലസ് 2x. പ്ലസ് ഓർ മൈനസ് 2x is equal to 2n pi. ഓക്കെ, 4x plus 2x 6x is 2n pi. 4x minus 2x 2x is equal to 2n pi. n element of z എന്ന് ആദ്യമേ മുതലേ കാണിക്കേണ്ടതാണ്. Now x is equal to 6x is equal to n pi, x is equal to 2n pi by 6, that is n pi by 3. 2x is equal to 2n pi, x is equal to 2n pi by 2, that is x is equal to n pi. Therefore the solutions are x is equal to n pi by 3 and x is equal to n pi. x is equal to n pi by 3, n pi, n element of z. 5th problem, solve tan 2x is equal to minus cot of x plus pi by 3. tan 2x is equal to minus cot x plus pi by 3യുടെ ജനറൽ സൊല്യൂഷൻ ആണ് വേണ്ടത്. ഇതിനെ നമ്മൾ tan x is equal to tan alpha ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. Therefore tan 2x is equal to minus of cot x plus pi by 3. We know that cot minus x is equal to minus cot x. Therefore this is equal to cot minus x minus pi by 3. Cot of minus x is equal to minus cot x. That is, ഈ വെളിയിൽ കിടക്കുന്ന മൈനസിനെ കോട്ടിന്റെ അകത്തോക്ക് നമുക്ക് മാറ്റാൻ പറ്റും. കോട്ട് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ്. അതാണ് ഈ മൈനസ് അകത്തോട്ട് ചെയ്തപ്പോൾ കോട്ട് ഓഫ് മൈനസ് എക്സ് മൈനസ് പൈ ബൈ 3 എന്ന് വന്നു. ഇനി മറ്റൊരു റിസൾട്ട് ഉണ്ട്. കോട്ടിനെ ടാൻ ആക്കാനായിട്ട് ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു കോട്ട് എക്സ്. ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു കോട്ട് എക്സ്. അപ്പോൾ നമുക്ക് ഈ കോട്ട് എക്സ്പ്രഷനെ ടാൻ ആക്കണമെങ്കിൽ ടാൻ
പൈ ബൈ 2 മൈനസ് എന്ന് കൊടുത്താൽ മതി. ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് അല്ല, ഇവിടെ മൈനസ് എക്സ് മൈനസ് പൈ ബൈ 3 ആണ്. ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു കോട്ട് എക്സ്. ഓക്കെ, this is equal to tan പൈ ബൈ 2 മൈനസ് അകത്തോട്ട് ഇൻറ്റു ചെയ്തപ്പോൾ മൈനസ് മൈനസ് എക്സ് ഈസ് പ്ലസ് എക്സ്, മൈനസ് മൈനസ് പൈ ബൈ 3 ഈസ് പ്ലസ് പൈ ബൈ 3 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ടാൻ പൈ ബൈ 2 പ്ലസ് പൈ ബൈ 3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 പൈ ബൈ 6 പ്ലസ് എക്സ് എന്നാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ ഫോമായി. നൗ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ആൽഫ എൻ എലമെന്റ് ഓഫ് ഇസഡ്. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ആൽഫയുടെ സൊല്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ആൽഫ എൻ എലമെന്റ് ഓഫ് ഇസഡ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 2x ആണ്. therefore 2x ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് 5 പൈ ബൈ 6 പ്ലസ് എക്സ്. ആൽഫയുടെ സ്ഥാനത്ത് 5 പൈ ബൈ 6 പ്ലസ് എക്സ്. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ എൻ എലമെന്റ് ഓഫ് ഇസഡ്. ഈ എക്സ് കൂടെ നമ്മൾ ലെഫ്റ്റിൽ കൊണ്ടുവരുന്നു. 2x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് 5 പൈ ബൈ 6. 2x minus x is x. x is equal to n pi plus 5 pi by 6 n element of z. That is the general solution.